രാഷ്ട്രീയ ഭരണ ചരിത്രത്തിലെ ഏറ്റവും പരിതാപകരമായ സ്ഥിതിയിലേക്ക് സംസ്ഥാനത്തിന്റെ സമ്പദ് വ്യവസ്ഥ കൂപ്പുകുത്തുകയാണ്. ഖജനാവിൽ 5 പൈസയില്ല, വലിയ കടം. ഇപ്പൊ തന്നെ 4.5 ലക്ഷം കോടിയിലധികമായി കടം. അതുകൂടാതെ 20,000 കോടി രൂപ കിഫ്ബിയുടെ കടം, 13,000 കോടി രൂപ പെൻഷൻ കമ്പനിയുടെ കടം, അത് 33,000 കോടിയായി. കടം മേടിക്കുന്ന കാര്യത്തിൽ എല്ലാവരും കണക്കാണ്. അതിനിപ്പോ CPM ആയാലും ശരി, കോൺഗ്രസ് ആയാലും ശരി, BJP ആയാലും ശരി. അല്ല വേറെ മാർഗമൊന്നുമില്ലല്ലോ. ഇനി 6 മാസമേ ഉള്ളൂ ഇലക്ഷന്. അപ്പോൾ ഭരണം പിടിച്ചെടുക്കണ്ടേ? അപ്പോൾ ഇതല്ലാതെ വേറെ എന്താ മാർഗം? ഇപ്പോൾ കോൺഗ്രസിൻ്റെ അടുത്താണ് ഭരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെയല്ലേ ചെയ്യുണ്ടാവുക. അല്ല വലിയ മാറ്റമൊന്നുമില്ലല്ലോ. കാരണം ഖജനാവിലെല്ലാം കൈയിട്ട് മാറ്റിയിട്ട് എല്ലാവരും പോക്കറ്റിലാക്കിയിട്ട് അതൊക്കെ കാലിയാണ്. പണ്ടേ കാലിയാണ് അതൊക്കെ. പാവങ്ങളുടെ കണ്ണിൽ പൊടി വാരിട്ടാലല്ലേ അടുത്ത ഭരണം ഏറ്റുപിടിക്കാൻ പറ്റുള്ളൂ. പാവങ്ങളുടെ മുന്നിൽ വോട്ട് ചെന്ന് ചോദിക്കുമ്പോൾ അവരോട് പറയാൻ എന്തെങ്കിലുമൊക്കെ വേണ്ടേ? അതിനിപ്പോൾ എന്താ ചെയ്യുക? ഇതേമാതിരി കടം മേടിച്ച് കൂട്ടും. അതിപ്പോൾ കോൺഗ്രസ് ആണെന്നുണ്ടെങ്കിൽ അതന്നെയല്ലേ ചെയ്യുണ്ടാവുക. അതന്നെ ഇവരും ചെയ്യുന്നുള്ളൂ. എല്ലാവരും കണക്കാണ്. ലാസ്റ്റ് ഇതൊക്കെ ചെന്നിട്ട് ആരെ നിറന്തലയിലെ വീണെന്ന് വെച്ചാൽ അത് നമ്മളീ പാവപ്പെട്ടവരുടെ നിറന്തലയിലെ വീണത്. ഓരോ ടാക്സ് അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ കയ്യിൽ നിന്ന് തന്നെയാണ് അത് കൂട്ടിയിട്ട് ഓല് പിടിച്ച് മേടിക്കുന്നത്. അതൊന്നും നമ്മൾ ശ്രദ്ധിക്കാണ്ട് അവർ നമുക്ക് വേണ്ടിയിട്ട് കുറേ വികസനങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തല്ലോ പറഞ്ഞിട്ട് നമ്മളും കൈ അടിച്ചിട്ട് നമ്മളെ കുഴിമാടത്തിൽ തന്നെ നമ്മളെ മേത്ത് മണ്ണിട്ടിട്ട് നമ്മൾ റീത്തും വെക്കണേ. ഇത്രയേ ഉള്ളൂ.